ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ 2026 പൊങ്കാലയും വന്നെത്തി. അതെ, ഞങ്ങളിപ്പോൾ ആറ്റുകാൽ പൊങ്കാലയിൽ പോകാൻ പോവുകയാണ്. ആലപ്പുഴയിലായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വർഷവും പോകുന്നത് പോലെ തന്നെ വെളുപ്പിന് 2 മണിയപ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരുമായിട്ട് നമ്മൾ ബസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബസ്സിൽ കയറി ഒരു ചെറിയ ഉറക്കമൊക്കെ പാസ്സാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ ആറ്റുകാലെത്തി. അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മൾ കണ്ട കാഴ്ച നല്ല കലങ്ങളും ആറ്റുകാൽ പൊങ്കാലയുടെ വൈബ് ഫുള്ള് നമ്മൾ കണ്ടു കേട്ടോ. അത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വന്നപ്പോഴാണ് നമുക്ക് പറ്റിയൊരു പണിയെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നത്. എല്ലാ വർഷവും ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ സ്പോട്ടിൽ വരുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഒത്തിരി ചുറ്റി കറങ്ങിയിട്ടാണ് നമ്മൾ പൊങ്കാലയിടുന്ന സ്ഥലത്തോട്ട് നമുക്ക് എത്താൻ പറ്റിയത്. കുറച്ച് പെട്ടുപോയെങ്കിലും എങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ വന്നെത്തിയാണ്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇഷ്ടികയെല്ലാം എടുത്ത് നമ്മുടെ പൊങ്കാല ഇടുന്ന സ്പേസ് നമ്മൾ കണ്ടുപിടിച്ച് കല്ലൊക്കെ എടുത്ത് ഒരുക്കി പേരൊക്കെ എഴുതി വെക്കുക. അതാണ് അടുത്ത ടാസ്ക്. അതെല്ലാം നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെയ്തു. വെളുപ്പിന് 2 മണിക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഒന്ന് ഫ്രഷായി കഴിഞ്ഞ് നേരെ നമ്മൾ ഇറങ്ങിയത് ആറ്റുകാൽ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഒരുപാട് ചട്ടികളും സാധനങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് ഇതെല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ വർഷത്തിനെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ഇച്ചിരി ഏറെ വെയിൽ കൂടുതലായിരുന്നു. നമ്മളൊരു 2 മണിക്കൂറോളം ഈ വെയിലത്താണ് ക്യൂ നിന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് തലയിറങ്ങി വീഴാൻ പോയി. ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ വെയിലത്ത് എങ്ങനെയൊക്കെയോ പിടിച്ച് നിന്ന് തൊഴുത് കഴിഞ്ഞിട്ടുള്ള കോലമാണ് ഈ കാണുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ചെന്നിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോയി. ഇതാണ് പൊങ്കാലയുടെ തലേ ദിവസത്തെ വിശേഷങ്ങൾ.